കുഴപ്പമില്ല. എന്നാലും ഡോക്ടർ 2-3 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ കൺഫേം ആക്കിയോ? അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ അബോർട്ട് ചെയ്തൂടെ? ദിവസങ്ങൾ കൂടിപ്പോയാൽ കഷ്ടമാകും. ഞങ്ങളിത് ചെയ്തു. കഴിഞ്ഞു. ഇനി അവളെ വിഷമിപ്പിക്കണ്ട. ഓക്കെ അമ്മ. ശരി, നാളെ മറ്റന്നാളോ ദിനേശിനെയും കൂട്ടി ഇവിടെ വരൂ. ഓക്കെ അമ്മ. മനസ്സിലാക്കിയിരുന്നു. ഞങ്ങൾക്കും വിഷമമുണ്ട്. ഷീസ് എ വെരി ബ്രില്യന്റ് സ്റ്റുഡന്റ്. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്നതിൽ ഇവിടെ ഭൂരിപക്ഷം പേർക്കും വിഷമമുണ്ട്. പക്ഷേ എന്തു ചെയ്യാൻ, വേറെ നിവൃത്തിയില്ല. സെപ്റ്റംബർ കഴിഞ്ഞ് ഇനിയുള്ളത് 6 മാസമല്ലേ? അതിനുശേഷം അടുത്ത വർഷം ഞങ്ങൾ അനുവദിക്കാം. അതുവരെ അവള് വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ. മാഡം, ഞങ്ങൾക്കുള്ളത് ഒറ്റൊരു മോളാ. എങ്ങനെയോ തെറ്റുപറ്റി. പാവം, ഇപ്പൊ അവളുടെ പഠിത്തം കൂടി പാഴായി പോയാൽ. വേണ്ട മാഡം, ഒരു പ്രാവശ്യം ക്ഷമിച്ചൂടെ? ഇനി ഞാൻ മാത്രം വിചാരിച്ച പോരാ. എല്ലാരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. നിങ്ങളുടെ മകളുടെ കാര്യം ഇവിടെ സ്റ്റുഡൻസ് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും അവളെ തുടരാൻ അനുവദിച്ചാൽ മറ്റു കുട്ടികൾക്കും കൂടി തെറ്റ് ചെയ്യാനുള്ള ധൈര്യമുണ്ടാകും. സോ ഈ ഒരു 6 മാസത്തേക്ക് ഡീബാർ ചെയ്യാതെ വേറെ മാർഗമില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഇതിലൊരു ഒപ്പിടും. ഇത്രയും നാള് നമ്മൾ നമ്മുടെ സൗകര്യത്തിൽ നടന്നു. ആ സമയത്ത് നമ്മൾ അവളെ കുറിച്ചും അവളുടെ പ്രായത്തെ കുറിച്ചും ഓർത്തിട്ടില്ല. നമ്മളെ തെറ്റ് ചെയ്തത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേട്ടാ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല, നിങ്ങളെ സുഖമായി ജീവിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു. നീ നിന്റെ വഴിക്ക് നടന്നു, അവൾ അവളുടെ വഴിക്ക് നടന്നു. ഇപ്പോഴെന്തായി? അവളുടെ ഭാവിയല്ലേ നീ നശിപ്പിച്ച് കളഞ്ഞത്. ഇനി അവൾ എനിക്ക് മോളും അല്ല, ഞാൻ അവൾക്ക് അച്ഛനുമല്ല. ഇനി എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ നിന്നെ കൊന്നുകളയും. ചേച്ചി, റോസ് മോളിലുണ്ടോ? റോസേ, റോസേ, ഞാനാ ഷേർലി. എന്താ ഇങ്ങോട്ടൊക്കെ? നിന്നെ കാണാൻ വേണ്ടിയാ. നിനക്ക് TC എന്നു പറഞ്ഞ ശരിയാണോ? കരയില്ലേ? അടുത്ത വർഷം നിന്നെ ചേർക്കാൻ പറയുന്നുണ്ട്. എനിക്ക് അതല്ല വിഷമം. അച്ഛൻ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയോ? ഞാൻ മകളല്ലെന്ന് വരെ പറഞ്ഞു. അടുത്തു പോയാ കൊന്നുകളി അത്രേ.
അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ? അച്ഛനും അമ്മയൊക്കെ ഒരു ദേഷ്യത്തിൽ പറയുന്നല്ലേ ഇതൊക്കെ. എന്തായാലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ പാർട്ടിയിൽ ഞാനും വന്നല്ലോ. എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. നീയും അലക്സും തമ്മിൽ നടന്ന കൂത്തല്ലേ ആരും അറിയില്ലെന്ന് വിചാരിച്ചോ? എവിടെയൊക്കെയോ നിരങ്ങിട്ട് ആ പടിയല്ലേ എന്റെ മേൽ കൊണ്ടിടുവാ. നീ അങ്ങനെ ഉത്തമ ചമയെന്ന് ഞാൻ സമ്മതിക്കില്ല. നിന്റെ ദോഷത്തെ എനിക്കറിയില്ലേ? നിന്റെ ക്ലബും അവിടെ നടക്കുന്ന വൃത്തികളും എല്ലാം എനിക്കറിയാം. നാളെ രാവിലെ എച്ചനോട് എല്ലാം പറഞ്ഞ് നിനക്ക് ടീസി വാങ്ങി തന്നിരിക്കും എന്റെ പേര് മാറ്റിയിട്ടോ. നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പോടി, നിന്നെ കാണിച്ചു തരാം. പോടി. പേടിക്കല്ലേ, ഞാനുണ്ടല്ലോ. അവളുടെ അഡ്രസ് എവിടെയാ? ഞാൻ എന്റെ പവർ കാണിച്ചു കൊടുക്കാം.
പൂട്ടിയിട്ടത്? കതവ് തുറക്ക്, കതവ് തുറക്ക്. കതവ് തുറക്ക്. ആരെങ്കിലും ഒന്ന് വന്ന് കതവ് തുറക്ക്. അമ്മേ, എനിക്ക് വിശക്കുന്നു. രാത്രിയിൽ ആരാ മോളെ വന്നത്? എന്താ സംഭവിച്ചത്? എനിക്കൊന്നും ശരിക്കും ഓർമ്മയില്ലമ്മേ. റോഷനാണെന്ന് തോന്നുന്നു. ആരാ റോഷൻ? ഷേർലിയുടെ ബോയ്ഫ്രണ്ട്. അവൻ എന്തിനാ ഇവിടെ വന്നത്? അമ്മേ, ഞാനൊരു ദിവസം അവന്റെ പാർട്ടിക്ക് പോയപ്പോഴാ എല്ലാം നടന്നത്. ഇന്നലെ അവൻ വന്ന് എന്നെ ഇഞ്ചക്ഷൻ ഇട്ടാ പോയത്. അവൻ എവിടെയാ ഉള്ളത്? എനിക്കറിയില്ല, ഷേർലിക്ക് അറിയാം. ശരി, മോള് പോയി കുളിച്ചിട്ട് വാ.